കോഴിക്കോട് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് 2023 കുറച്ച് വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ ഡിസംബർ 28 ഉച്ച സമയത്താണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ എൻട്രൻസ്. ഉച്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ബോട്ടിംഗ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർ പേഴ്സണ് 100 റുപ്പീസാണ്. ഇവിടെ ഒരു 10-15 മിനിറ്റ് നേരത്തോളം നമുക്ക് കടലിൽ സുഖമായിട്ട് കറങ്ങാനുള്ളൊരു അവസരമാണ്. അപ്പോൾ അതെന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. ഡിസംബർ 26 മുതൽ 29 വരെയാണ് ഇവിടെ വാട്ടർ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ സീസൺ 3 ആണ് ഈ 2023. അപ്പോൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്ത് നോക്കുക. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നൈറ്റ് പോകുമ്പോഴാണ് ഒന്നുകൂടി വൈബായിട്ടുള്ളത്. മ്യൂസിക് നൈറ്റും ലൈറ്റ് ഷോയും ഒക്കെ ആയിട്ട് കളർഫുൾ ആയിരിക്കും. പകൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഓരോ റൈഡ്സിലൊക്കെ കയറിയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കടലിലെ കാഴ്ചകളാണ്. അപ്പം നല്ല രസമാണ് ഓരോ ബോട്ടും എല്ലാം കാണാനായിട്ട്. നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി, ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട്. പിന്നെ ഇത് 2018 പ്രളയത്തിൽ നിലമ്പൂരിൽ നിന്നെങ്ങാനും ഒഴുകി വന്നിട്ടുള്ള മരമാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കടലിൻ്റെ സെൻട്രലായിട്ടാണ് ഈ ഒരു മരം കിടക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് നല്ലൊരു കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഈ ഒരു ബോട്ട് മാത്രമല്ല, ഇതിലും ചെറുതും വലുതുമായിട്ടുള്ള ബോട്ടിംഗ് ഫെസിലിറ്റീസൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. ഈ വാട്ടർ ഫെസ്റ്റിൻ്റെ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ബോട്ടിംഗ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം നമ്മൾ ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. നമുക്കിങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് ഷിപ്പുകളെല്ലാം ഇങ്ങനെ അവിടെ സൈഡിലായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലേറ്റവും കൗതുകമായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേവിയുടെ ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഈ കാണികൾക്ക് ഓപ്പൺ ചെയ്തിട്ട് എക്സിബിഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് പക്ഷേ 5 മണി വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ വേണ്ടി പറ്റിയില്ല. ഇതിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും. നല്ല വലിയൊരു ഷിപ്പാണ്. പിന്നെ അതിലുള്ള ഓഫീസേഴ്സ് എല്ലാം കാണാൻ വരുന്നവർക്ക് അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുന്നതായിട്ടും നമുക്കിതിൽ കാണാം. നേവിയുടെ ഷിപ്പ് മാത്രമല്ല, കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പും നമുക്ക് പബ്ലിക് വിസിറ്റിന് ഓപ്പൺ ആണ്. പക്ഷേ അതും 10 മണി മുതൽ 5 മണി വരെ മാത്രമേ നമുക്ക് കയറി കാണാൻ വേണ്ടി പറ്റുള്ളൂ. രാവിലെ 10 മണി മുതൽ 10:30 വരെ ബാംബു റാഫ്റ്റിംഗ് റേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയോട് കൂടിയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് മിസ്സായിപ്പോയി. പിന്നെ ഉച്ചയ്ക്ക് 2 മണി തൊട്ടിട്ട് 6 മണി വരെ ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും അടിപൊളിയായിരുന്നു. പിന്നെ 2 മണി മുതൽ 5 മണി വരെ ബോട്ട് റേസും ഉണ്ടായിരുന്നു. റേസിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ഭയങ്കരമായ വെയിൽ കാരണം ഒന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിൻ്റെ കുറച്ച് വീഡിയോസാണ്. പല സംസ്ഥാനങ്ങളിലെയും കൈറ്റ് ഫ്ലയേഴ്സിൻ്റെ ഷോ ഉണ്ടായിരുന്നു ഇവിടെ. അത് കൂടാതെ നമ്മളെ കാണികളിൽ നിന്ന് തന്നെ കുറച്ച് പേരെ കൊണ്ട് അവർ പട്ടം പറത്തിച്ചിട്ട് നന്നായിട്ട് പറത്തിച്ച ആൾക്കാർക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയും എൻട്രി ഫീസ് ഉണ്ട്. പെർ പേഴ്സണ് 120 റുപ്പീസാണ്. പിന്നെ ചെറിയ കുട്ടികളെയൊന്നും ഇതിൽ കയറ്റുന്നില്ല. ഈ 120 രൂപയ്ക്ക് നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് നേരത്തോളം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏകദേശം കടലിൻ്റെ സെൻറ്ററിൽ നിന്നൊരു ഫീലാണ്. അടുത്തതായിട്ട് ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ഒരാൾ ഇറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അനൗൺസ്മെൻറ്റ്സ് ഒന്നും ക്ലിയർ ആയിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കറിയെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം.
പോയത് ഫുഡ് ഫെസ്റ്റിൻ്റെ സൈഡിലോട്ടാണ്. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്, ലൈവായിട്ടുള്ളതും അല്ലാത്തതുമായിട്ട്. ഇത് 2 മണി മുതൽ 10 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളിലായിട്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റിൽ ഡ്രോൺ ലൈറ്റ് ഷോയും ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. പിന്നെ മ്യൂസിക് നൈറ്റും ആണ് ഉണ്ടായിരുന്നത്. ഈ ഫെസ്റ്റ് ബേപ്പൂർ ബീച്ചിലും ചാലിയം ബീച്ചിലും നല്ലൂരും വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ബേപ്പൂർ ബീച്ചിലെത്താനായിട്ട് ബേപ്പൂർ സ്റ്റാൻഡിൽ നിന്ന് മുന്നോട്ടേക്ക് നേരെ നടന്നാൽ മതി. ഈ 4 ദിവസത്തെയും ടൈം ചാർട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.